അങ്ങയുടെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാമത്രനും പരിശുദ്ധ റൂഹായുമായ സർവീശ്വരാ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗില്ലേ ഭാവാപുത്രൻ റുഹായി മൃദനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ഞങ്ങളുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ഞങ്ങളുടെ ദയാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ഞങ്ങളുടെ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാമത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരാ കൈക്കൊള്ളണമേ. ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കർത്താവേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം അങ്ങയുടെ പക്കൽ നിന്നാകുന്നുവല്ലോ. പ്രതീക്ഷ അങ്ങയുടെ വാഗ്ദാനത്തിലാകുന്നു. ാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയിച്ച കർത്താവെ, ആ ശബ്ദ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസനെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗം നിർത്തുകയും ചെയ്ത പാപങ്ങൾ കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും വിധിമാനോ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരാ സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായുടെ കുരിശിന്റെ അടയാളത്തോടും ദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സർവ്വരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചോറക്ഷയരായ കബറിടങ്ങൾ നീർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ യുദ്ധദിവസങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ ഞങ്ങൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്ന്.
ഈ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ.
വിശ്വാസത്തിൻ്റെ വിഭാഗമായി ഈശോയിൽ മനുഷ്യനെ കണ്ട് ധ്യാനത്തിലൂടെ കുട്ടിക്കലച്ഛൻ്റെ ധ്യാനത്തിലൂടെയും പ്രശാന്തത്തിലൂടെയൊക്കെയാണ് പറയുന്നത്. ആ തൊഴുത്തിലാണ്ട് 20 പേര് താമസിക്കുന്ന സമയത്ത് ആദ്യം വന്ന ഒരു പൊതുപ്രവർത്തന MLA എന്ന് പറയുന്ന മനസ്സാണ്. അന്നത്തെ ചെയർമാനായിരുന്ന മുനിസിപ്പൽ ജോസ് തോമസ് പടിഞ്ഞാറക്കര, അദ്ദേഹമാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ഒരു പ്രസ്ഥാനമാണ്. അതിൽ തുടങ്ങിയ ബന്ധം ഇവിടേക്ക് 1 വർഷം കഴിഞ്ഞ് ഇവിടെ ഷെഡൊക്കെ വെച്ച് മാറി ഉദ്ഘാടനത്തിനായിട്ട് മനസ്സാര ഒരു പ്രശ്നം നടത്തി. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു 3 ലക്ഷം രൂപയുടെ ഒരു ബില്ല് വന്നു. ഒരിക്കലും അത് അടയ്ക്കാനായിട്ട് യാതൊരു മാർഗവും. അപ്പോൾ ഇതെന്തൊക്കെ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. കുറച്ച് ആളുകളെ താമസിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതറിഞ്ഞ് മാണിസാറും കുട്ടിവിജയശ്രീയും പരീക്ഷണത്തിൽ വരികയും വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ സമയം ഇവിടെ ചെലവഴിച്ച് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് പ്രൊഫസർ കെ സദാശിവ സാറ്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ വലിയൊരു പ്രവർത്തകനാണ്, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ മാണിസാർ അവിടെ നിന്ന് ആലോചിച്ചിട്ട് ഇതിനൊരൊറ്റ വഴിയുള്ളൂ, ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ രജിസ്ട്രേഷൻ എടുത്താൽ നിങ്ങൾക്ക് 12D സെക്ഷൻ പ്രകാരം കരട് യാതൊരു ഒരു 70 പൈസയ്ക്ക് കിട്ടും. മാണിസാർ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വിളിച്ചു. സുഭാഷ് സാറിനെ അതിനെ ചുമതലപ്പെടുത്തി. അങ്ങനെ ആദ്യമായിട്ട് ഓർഫനേജ് കൺട്രോൾ ബോർഡ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ കീഴിലുണ്ടെന്ന് ഞാൻ തന്നെ അറിയാം. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പിന്നീട് മുമ്പോട്ട് ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ ലൈസൻസ് നമുക്ക് തരികയാണ്. അപ്പോഴത്തേക്ക് ഒരു 150 പേര് 50 പേര് കിടക്കുന്ന സ്ഥലത്ത് 180ഓളം ആളുകൾ ഉണ്ട്. ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ മെമ്പർ വന്നു. അന്നത്തെ ഒരു പത്രത്തിൽ അവരിങ്ങനെ ഒരു റിപ്പോർട്ട് കുറിച്ചു. മുണ്ടക്കയത്ത് ഒരു അനാഥാലയം അടച്ചുകൂട്ടുന്നതോടൊപ്പം ആതുരാലയത്തിൻ്റെ മറവിൽ കച്ചവട സങ്കേതങ്ങൾ പെരുകുന്നു എന്നാണ് ആ വാർത്ത. ഞാൻ ആ വാർത്തയുമായിട്ട് ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ ചെന്നിട്ട് ചോദിച്ചു, ഇതിനകത്ത് എന്താ വാസ്തവമുള്ളത്, നിങ്ങളൊക്കെ തന്നെയല്ലേ ആൾക്കാരെ തരുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞു പോയെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടായില്ല. ലൈസൻസ് തരാനായിട്ടുള്ള എലിജിബിലിറ്റി ഇല്ല. മാണിസാറെ എന്നൊരു പറഞ്ഞു. മാണിസാറെ നേരെ വിളിച്ച് പറയുകയും അന്ന് എന്നോട് വളരെ വഴക്കുണ്ടാക്കി നടത്തിക്കയല്ല പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞു പോയ ആൾ ലേബറിൻ്റെ ജോർജ് സാർ വഴി വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ അവിടെ ഒന്ന് പരിശോധിച്ചോട്ടെ, സന്തോഷമൊന്നും മാറി നിൽക്കാൻ പറയാം. അങ്ങനെയാണ് ലൈസൻസ് ആദ്യമായിട്ട് കിട്ടും. പിന്നീട് ആളുകൾ കൂടി സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഈ സൈഡിലെ ഫോട്ടോകളിലൊക്കെ ഒരു ബോർഡ് കംപ്ലീറ്റ് കൈമാറി സാറുണ്ട്. കാരണം ഇവിടെ 350ഓളം ആളുകളുള്ള സമയത്ത് ഇത് അടച്ചുകൂട്ടാനുള്ള ആദ്യത്തെ ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ഒരു ഓർഡർ വരികയും അന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന പോലീസുകാർ, രാഷ്ട്രീയ പ്രമുഖര്, വികാരി അച്ഛന്മാരെ, പോലീസുകാരെല്ലാവരും വിളിച്ചു. നിങ്ങൾ കൊണ്ടുവന്ന ആളുകളെ തിരിച്ചു കൊണ്ടുപോയാൽ നിർത്താൻ പോകണം. ഞാനിങ്ങനെ പലതവണ പറയേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഒരു രോഗി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്നെ കരിങ്കലിൽ ഇറക്കി വീഴ്ച കരിപ്പെട്ടി കയറുന്ന കെട്ടിയാണ് വലിയ സ്ഥാനത്തിരിക്കുന്നത്. അത് PC ജോർജിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാളാണ്. ഒരു ഭയങ്കരനായ ഒരാൾ. കാറിലെ ചില്ലുകൾ ഒരു 10-20 എറിഞ്ഞു പൊട്ടിച്ചിരുന്നത്. അവന് രോഗം ഭേദമായിട്ട് പറയണം, എന്നെ ഇവിടെ നിന്ന് വിടുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. പിന്നീട് ഒരു ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷമായി മാറുകയും അന്നത്തെ ചെയർമാൻ കുര്യാക്കോസ് പടവൻ ജയമാണി സാറിനെ വിളിച്ചു. മാണിസാർ നിയമസഭയ്ക്ക് ഉള്ളിലാണ് ഇറങ്ങി പറയാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ ഒരു കുറിപ്പ് കൊടുത്തു വിട്ടു. വലിയ സ്ഥലം എന്ന് കണ്ടത് സാറ് പുറത്തിറങ്ങി. സാറിനോടൊപ്പം ജയരാജൻ MLA വന്നു. പിന്നെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ പുറത്തോട്ട് വിളിപ്പിച്ചു. നിയമസഭയ്ക്ക് വെളിയിലൊരു സഭ പെട്ടെന്ന് പോവുകയാണ്. ജയരാജൻ MLA എന്നെ കാണുമ്പോഴൊക്കെ പറയും, ഇയാളെ നിയമസഭ പിടിച്ചു നിർത്തിയാളാണ്. അത്രയ്ക്ക് മേൽ മാണിസാറിൻ്റെ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. മരിയ സ്ഥാനത്തെ സംരക്ഷിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ അന്നത്തെ ആരോഗ്യവകുപ്പിനോടും ഒക്കെ പറഞ്ഞു, മരിയ സ്ഥാനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കാറില്ല, ഞാൻ പ്രതികരിക്കും എന്ന് തന്നെ പറഞ്ഞു. ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും. എന്നിട്ട് ഇവിടെ വിളിച്ച് ഫോൺ തന്നു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നൊന്നും സംഭവിക്കാതെ നോക്കണം. പിറ്റേ ആഴ്ചയിൽ കേരളത്തിലെ മുഴുവൻ ഓർഫനേജുകളെയും സംഘടിപ്പിച്ച് ഇവിടെ ഒരു മീറ്റിംഗ് നടത്തുകയും ഞങ്ങളെല്ലാവരും കൂടെ തിരുവനന്തപുരത്തേക്ക് പോയി വിശ്വാസത്തിൻ്റെ വിഭാഗമായി ഈശോയിൽ മനുഷ്യനെ കണ്ട് ധ്യാനത്തിലൂടെ കുട്ടിക്കലച്ഛൻ്റെ ധ്യാനത്തിലൂടെയും പ്രശാന്തത്തിലൂടെയൊക്കെയാണ് പറയുന്നത്. ആ തൊഴുത്തിലാണ്ട് 20 പേര് താമസിക്കുന്ന സമയത്ത് ആദ്യം വന്ന ഒരു പൊതുപ്രവർത്തന MLA എന്ന് പറയുന്ന മനസ്സാണ്. അന്നത്തെ ചെയർമാനായിരുന്ന മുനിസിപ്പൽ ജോസ് തോമസ് പടിഞ്ഞാറക്കര, അദ്ദേഹമാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ഒരു പ്രസ്ഥാനമാണ്. അതിൽ തുടങ്ങിയ ബന്ധം ഇവിടേക്ക് 1 വർഷം കഴിഞ്ഞ് ഇവിടെ ഷെഡൊക്കെ വെച്ച് മാറി
ഉദ്ഘാടനത്തിനായിട്ട് മാനസാര ഒരു പ്രസംഗം നടത്തി. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഒരു 3 ലക്ഷം രൂപയുടെ ഒരു ബില്ല് വന്നു. ഒരിക്കലും അത് അടയ്ക്കാനായിട്ട് യാതൊരു മാർഗവും. അപ്പോൾ ഇത് എന്തൊക്കെ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. കുറച്ച് ആളുകളെ താമസിപ്പിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതറിഞ്ഞ് മാണിസാറും കുട്ടിവിജയശിയും ഹരീസാർക്ക് വരികയും വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ സമയം ഇവിടെ ചെലവഴിച്ച് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് പ്രൊഫസർ കെ സദാശിവ സാറ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വലിയൊരു പ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞു. അങ്ങനെ മാണിസാർ അവിടെ നിന്ന് ആലോചിച്ചിട്ട് ഇതിനൊരൊറ്റ വഴിയുള്ളൂ. ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ രജിസ്ട്രേഷൻ എടുത്താൽ നിങ്ങൾക്ക് 12D സെക്ഷൻ പ്രകാരം കറണ്ട് യാതൊരു 70 പൈസയ്ക്ക് കിട്ടും. മാണിസാർ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വിളിച്ചു. സുഭാഷ് സാറിനെ അതിനെ ചുമതലപ്പെടുത്തി അങ്ങനെ ആദ്യമായിട്ട് ഓർഫനേജ് കൺട്രോൾ ബോർഡ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ കീഴിലുണ്ടെന്ന് ഞാൻ തന്നെ അറിയാം. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പിന്നീട് മുമ്പോട്ട് ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ ലൈസൻസ് നമുക്ക് തരികയാണ്. അപ്പോഴത്തേക്ക് ഒരു 150 പേര് 50 പേര് കിടക്കുന്ന സ്ഥലത്ത് 150ഓളം ആളുകൾ ഉണ്ട്. ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ മെമ്പർ വന്നു. അന്നത്തെ ഒരു പത്രത്തിൽ അവരിങ്ങനെ ഒരു റിപ്പോർട്ട് കുറിച്ചു. മുണ്ടക്കയത്ത് ഒരു അനാഥാലയം അടച്ചുകൂട്ടുന്നതോടൊപ്പം ആതുരാലയത്തിൻ്റെ മറവിൽ കച്ചവട സങ്കേതങ്ങൾ പെരുകുന്നുവെന്നാണ് ആ വാർത്ത. ഞാൻ ആ വാർത്തയുമായിട്ട് ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ ചെന്നിട്ട് ചോദിച്ചു, ഇതിൻ്റെ അകത്ത് എന്താ വാസ്തവമുള്ളത്, നിങ്ങളൊക്കെ തന്നെ ആൾക്കാരെ തരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു പോയെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടായില്ല. ലൈസൻസ് തരാനായിട്ടുള്ള എലിജിബിലിറ്റി ഇല്ല. മാണിസാറെ ഇതുവരെ പറഞ്ഞു. മാണിസാറെ നേരെ വിളിച്ച് പറയുകയും അന്ന് എന്നോട് വളരെ വഴക്കുണ്ടാക്കി നടത്തിക്കയല്ല പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞു പോയ ആൾ ലേബറിൻ്റെ ജോർജ് സാർ വഴി വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ അവിടെ ഒന്ന് പരിശോധിച്ചോട്ടെ, സന്തോഷമൊന്നും മാറി നിൽക്കാൻ പറയാം. അങ്ങനെയാണ് ലൈസൻസ് ആദ്യമായിട്ട് കിട്ടും. പിന്നീട് ആളുകൾ കൂടി സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഈ സൈഡിലെ ഫോട്ടോകളിലൊക്കെ ഒരു ബോർഡ് കംപ്ലീറ്റ് കൈമാറി സാറുണ്ട്. കാരണം ഇവിടെ 350ഓളം ആളുകളുള്ള സമയത്ത് ഇത് അടച്ചു കൂട്ടാനുള്ള ആദ്യത്തെ ആരോഗ്യവകുപ്പിനുള്ള ഒരു ഓർഡർ വരികയും അന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന പോലീസുകാർ, രാഷ്ട്രീയ പ്രമുഖർ, വികാരി അച്ഛന്മാരെ, പോലീസുകാർ എല്ലാവരും വിളിച്ചു. നിങ്ങൾ കൊണ്ടുവന്ന ആളുകളെ തിരിച്ചു കൊണ്ടുപോയാൽ നിർത്താൻ പോകണം. ഞാനിങ്ങനെ പലതവണ പറയേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഒരു രോഗി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്നെ കരിങ്കലിൽ ഇറക്കി വീഴ്ച കരിപ്പെട്ടി കയറുന്ന കെട്ടിയാണ് മരീസ്ഥാനത്തിക്കുന്നത്. അത് PC ജോർജിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാളാണ്. ഒരു ഭയങ്കരനായ ഒരു ആള്. കാറിൻ്റെ ചില്ലുകൾ ഒരു 10-20 മരുന്ന് പൊട്ടിച്ചിരുന്ന അവനൊരു രോഗം ഭേദമായിട്ട് പറയണ്ട, എന്നെ ഇവിടെ നിന്ന് വിടുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. പിന്നീട് ഒരു ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷമായി മാറുകയും അന്നത്തെ ചെയർമാൻ കുര്യാക്കോസ് പടവൻ മാണിസാറിനെ വിളിച്ചു. മാണിസാർ നിയമസഭയ്ക്ക് ഉള്ളിലാണ് ഇറങ്ങി വരാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് കൊടുത്തു. വലിയ സ്ഥലം എന്ന് കണ്ടത് സാറ് പുറത്തിറങ്ങി. സാറിനോടൊപ്പം ജയരാജൻ തന്നെ വന്നു. പിന്നെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ പുറത്തോട്ട് വിളിപ്പിച്ചു. നിയമസഭയ്ക്ക് വെളിയിലൊരു സഭ പെട്ടെന്ന് പോവുകയാണ്. ജയരാജൻ എന്നെ കാണുമ്പോഴൊക്കെ പറയും, ഇയാൾ നിയമസഭ പിടിച്ചു നിർത്തിയ ആളാണ്. അത്രയ്ക്ക് മേൽ മാണിസാറിനെ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. മരീസ്ഥാനത്തെ സംരക്ഷിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ അന്നത്തെ ആരോഗ്യവകുപ്പിനോട് ഒക്കെ പറഞ്ഞു, മരീസ്ഥാനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കാനാ, ഞാൻ പ്രതികരിക്കും എന്ന് തന്നെ പറഞ്ഞു. ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും. എന്നിട്ട് ഇവിടെ വിളിച്ച് ഫോൺ തന്നു, നിങ്ങൾ ധൈര്യമായിട്ട് എനിക്കൊന്നും സംഭവിക്കാൻ ഞാൻ നോക്കുന്നതാണ്. പിറ്റേ ആഴ്ചയിൽ കേരളത്തിലെ മുഴുവൻ ഓർഫനേജുകളെയും സംഘടിപ്പിച്ച് ഇവിടെ ഒരു മീറ്റിംഗ് നടത്തുകയും ഞങ്ങളെല്ലാവരും കൂടെ തിരുവനന്തപുരത്തേക്ക് പോയി. അന്ന് നിയമസഭയ്ക്ക് ഉള്ളിൽ മാണിസാറിൻ്റെ ചേംബറിനകത്ത് ഓർഫനേജ് ടി തോമസ് അടക്കം കാഞ്ഞങ്ങാപ്പള്ളി റോയച്ചൻ തുടങ്ങിയ എല്ലാവരും ഒരുമിച്ച് നിയമസഭയ്ക്കുള്ളിൽ ഹോളിൽ അസംബ്ലി ചെയ്ത് മാണിസാർ വന്ന് ഞങ്ങളോടെല്ലാം സംസാരിച്ച് അവിടെ ഇരുന്നവിടെ ഒപ്പിടുന്നതിൻ്റെ ഒരു ഞങ്ങളോടുത്ത ആപ്ലിക്കേഷൻ ഒപ്പിടുന്നതിൻ്റെ ഫോട്ടോ അവിടെ എഴുതിയിരിക്കുന്നതൊക്കെ അപ്പോൾ ഓർമ്മ. അങ്ങനെയാണ് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി മാനസികാരോഗ്യ പുനരധിവാസ നിയമം ഉണ്ടായത്. അത് കൈമാനസാണ്. അങ്ങനെ കേന്ദ്രങ്ങളെല്ലാം സുരക്ഷിതരായി. പിന്നീട് ഒരിക്കലും ഇവിടെ ഒരു മാനസിക രോഗി ഇറങ്ങിപ്പോയി. അയാളൊരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. കേരള കോൺഗ്രസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വെള്ളം കിട്ടും. മരീസ്ഥാനത്തിൽ